മൺഡേ കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മൺഡേ കമന്റ് ബോക്സ് 5 ആഴ്ച മുമ്പാണ് ഉണ്ടായത്. അതായത് ഒരു മാസം കഴിഞ്ഞു ശരിക്കും മൺഡേ കമന്റ് ബോക്സ് ഇട്ടിട്ട്. തീരെ സമയമില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് അനീഷ് പി എന്നാളുടെയാണ്. കോഴിക്കോട് എവിടെയാണ് സ്വീറ്റൺ സ്പീക്കർ കിട്ടുന്ന കട ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ കണ്ണൂരാണ്, പറ്റുമെങ്കിൽ കടയുടെ നമ്പർ തരാമോ പ്ലീസ്. അപ്പോൾ മുമ്പ് പഴയൊരു വീഡിയോ ചെയ്താണ് സ്വീറ്റൺ അങ്ങനെ അവാർഡ് അങ്ങനെ ഒരുപാട് വൂഫേഴ്സും ബോർഡുകളൊക്കെ കിട്ടുന്ന ഒരു കട എന്ന നിലയ്ക്ക് സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് പണ്ട് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ സ്വീറ്റൺ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് സബ് വൂഫേഴ്സ് ആയാലും ട്വിറ്റർ ആയാലും അവിടെ കിട്ടാനുണ്ട്. സ്റ്റാർ ഇലക്ട്രോണിക്സ് അവരുടെ നമ്പർ നമ്മൾക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, അത് വേറൊരു ടൈപ്പ് പരിചയപ്പെടുത്തിയായിരുന്നു. അതുപോലെ വൈപ്പിയുടെ ഓഫർ പരിചയപ്പെടുത്തിയായിരുന്നു. ആ അവരുടെ നമ്പറും താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വിളിച്ച് നോക്കിയിട്ട് വരാം. അടുത്തതായിട്ട് നന്ദു കെ എന്നാളുടെയാണ്. ചേട്ടാ, ഞാൻ ആദ്യമേ ചോദിച്ചതാണ് ബേസ് ഗിറ്റാർ ആമ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. കാരണം യമഹ പോലുള്ള ബ്രാൻഡഡ് ആമ്പിൻ്റെ വില വളരെ കൂടുതലാണ്. ആമ്പില്ലാത്ത കാരണം പ്രാക്ടീസേ നടക്കുന്നില്ല. യമഹ ടൈപ്പൊക്കെ വാങ്ങുകയാണെങ്കിൽ അടിപൊളി വിലയായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യമഹല്ല ഏത് ബ്രാൻഡായാലും ഗിറ്റാർ ആമ്പ് ചെയ്യുമ്പോൾ അത് വാങ്ങുമ്പോൾ നല്ല വിലയായിരിക്കും. അത് സാധാരണ ആമ്പ് ടൈപ്പ് അല്ല ശരിക്കും വരുന്നത്, അതൊരു വേറെ ടൈപ്പ് സർക്യൂട്ട് തന്നെ ആയതുകൊണ്ട് അത് ഗിറ്റാർ ആമ്പ് ആയിട്ട് പ്രത്യേകം നമുക്ക് വാങ്ങിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് സാധാരണ ആമ്പ് ഗിറ്റാർ ആമ്പ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കാലം മുമ്പേ ഒരാൾ കമൻറ്റ് ചെയ്യണ്ടായി. ആൾ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നുകൂടി നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്നുകൂടി ആ കമൻറ്റിൽ ഈ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലൂടെ കോൺടാക്റ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ കമൻറ്റ് ജിതിൻ KR എന്നാളുടെയാണ്. ചേട്ടാ, മോസ്ഫെറ്റ് ബോർഡിൽ തന്നെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുമോ? മോസ്ഫെറ്റ് ബോർഡിൽ തന്നെ വെച്ച് ചെക്ക് ചെയ്യാം, പക്ഷേ ഇതിന് മുമ്പ് ചെക്ക് ചെയ്ത് നല്ല മോസ്ഫെറ്റ് ചെക്ക് ചെയ്തിട്ടുള്ള ആ റീഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. എന്നാലേ നിങ്ങൾക്ക് അത് നല്ലതാണോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഏറ്റവും പെർഫെക്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ബോഡിയിൽ നിന്ന് അയച്ചെടുത്തിട്ടാണ്. അതിപ്പോൾ ഒരു 10 ഫെറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉള്ള ടൈപ്പ് വലിയ ആംപ്ലിഫയറിൻ്റെ FETകൾ നമ്മൾക്കെല്ലാം അയച്ചെടുത്ത് ചെക്ക് ചെയ്യാൻ ഭയങ്കര തലവേദനയാണ്, ഭയങ്കര ഹാർഡ് വർക്കാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മുൻകൂട്ടി റീഡിങ്ങിനെ പറ്റി നല്ല ധാരണ ഉണ്ട്. അതായത് ഇപ്പോൾ ഗേറ്റും സോഴ്സും തമ്മിലും മറ്റേതിൻ്റെ അതുപോലെ ഡ്രെയിനും സോഴ്സും തമ്മിലും അങ്ങനെ ഓരോ സെക്ഷൻ തമ്മിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് റെഡ് പ്രോബ് കൊടുക്കുന്നതും ബ്ലാക്ക് പ്രോബ് കൊടുക്കുന്നതും രണ്ടാമത് തിരിച്ച് കൊടുക്കുമ്പോഴും അതിനെ ടച്ച് ചെയ്യുമ്പോൾ അതായത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ഉള്ള റീഡിങ്ങിൻ്റെ വ്യത്യാസം ഇതിന് മുമ്പ് നിങ്ങൾക്കത് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ മാത്രം ബോർഡും വെച്ച് ചെക്ക് ചെയ്യാം, എല്ലാം അയച്ച് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെക്കിങ്ങിൻ്റെ ഒരുപാട് FETകളുണ്ട്, നമുക്ക് ചെക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യാം. അടുത്ത കമൻറ്റ് ഇക്ബാൽ താഹ എന്നാളുടെയാണ്. അതായത് നമ്മളെ സബ്വൂഫർ ഫിൽട്ടർ ബോർഡ് ആൾട്ടർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ വന്നതാണ്. റെസിസ്റ്റർ ഒന്നും ആൾട്ടർ ചെയ്യേണ്ടേ, ഓൺലി കപ്പാസിറ്റർ മാത്രം മാറ്റിയാൽ മതിയോ ബ്രോ? ഇതുപോലെ 2 നമ്പേഴ്സ് ട്രാൻസിസ്റ്റർ ATC 12 വോൾട്ട് ബേസ് ട്രബിൾ ബോർഡ് ക്വാളിറ്റി ഡീപ്പ് ബേസ് ആൻഡ് സ്മൂത്ത് ട്രബിൾ ആക്കിയ സർക്യൂട്ട് ഉണ്ടോ? അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുമോ പ്ലീസ്? അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് റെസിസ്റ്റർ ആൾട്ടർ ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പോൾ റെസിസ്റ്റർ ആൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് കാണിച്ചിരുന്ന ഇതുപോലുള്ള വസന്തിൻ്റെ സബ് പ്രീ ബോർഡായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കപ്പാസിറ്റർ വ്യത്യാസം വരുത്തിയിട്ട് ഈ കപ്പാസിറ്റർ വ്യത്യാസം വരുത്തിയിട്ട് അത് ആൾട്ടർ ചെയ്ത് നമുക്ക് വേണ്ട ലെവലിൽ ആ സബ്വൂഫറിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആമ്പിന് സൂട്ടബിളായ രീതിയിൽ നമുക്ക് മാച്ച് ചെയ്തെടുക്കാം, നമ്മൾ വേണ്ട ഫ്രീക്വൻസി ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് എന്നാൽ വീഡിയോയിൽ ചെയ്ത്. അപ്പോൾ ഇതിൽ ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ റെസിസ്റ്റേഴ്സ് എല്ലാം ഫ്രീക്വൻസിയിലുള്ളതല്ല, അധികം വോൾട്ടേജിലുള്ളതായിരിക്കും. അപ്പോൾ ആ വോൾട്ടേജിലുള്ളതും അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് കയറുന്നിടത്ത് 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും മാറ്റണ്ട എന്നുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നു. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം അത് നമ്മൾ കൂടുതലിട്ടാൽ ഇതിലേക്കുള്ള ഗെയിൻ കുറയും, അതിൻ്റെ വാല്യൂ കുറച്ചാൽ നമുക്ക് ക്രോസ് ടോക്ക് വരും. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ആ റെസിസ്റ്റേഴ്സ് ആ ഏരിയ ഒന്ന് വോൾട്ടേജിൻ്റെ ഏരിയ ഒന്ന് ഇൻപുട്ടിൻ്റെ ഏരിയ തൊടാൻ പറ്റില്ല, തൊടാത്തേ നല്ലത്. അത് കൃത്യമാണ് ഇതിലിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ പിന്നെ വേറെ വഴിയുള്ളത് നമുക്ക് ആ ഫ്രീക്വൻസി ലെവലിലുള്ള റെസിസ്റ്റേഴ്സ് മാറ്റാം. അത് ഞാൻ ആ വീഡിയോയിൽ ചെയ്തില്ല, നമ്മൾ കപ്പാസിറ്റർ മാത്രമാണ് മാറ്റി ചെക്ക് ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ, നല്ല റിസൾട്ടും കിട്ടിയത് കപ്പാസിറ്റർ മാറ്റിയിട്ടാണ്. അപ്പോൾ പിന്നെ അത് തന്നെ മതിയല്ലോ എന്നുള്ള നിലക്കാണ്. പിന്നെ ബേസ് ട്രബിൾ ബോർഡ് നമ്മൾ അത് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം. അടുത്ത അവൻ്റെ സജു മാത്യു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കി, ബേസ് ഡബിളായി ഓക്കെ, ബട്ട് ട്രബിൾ ഈസ് നോട്ട് ഹിയറിങ് ആസ് വെൽ ആസ് ലെവൽ ഓഫ് ബേസ്, ടോൺസ് ലെവൽ ഈസ് ഗോയിങ്. അപ്പോൾ സംഗതി മനസ്സിലായത് എന്താ വെച്ചാൽ അവർക്ക് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് അതായത് ബഫർ റാമ്പ് സർക്യൂട്ട് ഉണ്ടാക്കി ആഡ് ചെയ്തപ്പോഴുള്ള റിസൾട്ട് അത് പറയുന്നത്. അതായത് ബഫർ റാമ്പ് ആഡ് ചെയ്തപ്പോൾ അവർക്ക് ബേസ് ഡബിളായി എന്ന് പറയുമ്പോൾ ബേസ് ഇൻക്രീസ് ആയി, അതായത് ബേസ് ഫ്രീക്വൻസി നല്ല കൃത്യമായിട്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള ബേസ് നമുക്ക് കൃത്യമായിട്ട് ബേസ് ട്രബിളിൻ്റെ ഔട്ട്പുട്ടിൽ അത് പവർ ആംപ്ലിഫയറിലേക്ക് കിട്ടി. പക്ഷേ ട്രബിൾ അത്ര ക്ലാരിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അത് ആ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതാണ്. നല്ല ക്ലാരിറ്റി ഇല്ല, നല്ല കൃത്യമായ നല്ല ക്വാളിറ്റി ഫയൽ ഇട്ട് ചെക്ക് ചെയ്തതിന് ശേഷം
ആ പഴയ ഫയൽ തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വ്യത്യാസം ഇങ്ങനെ അറിയുള്ളൂ. നമ്മൾ ആദ്യം നല്ലൊരു ഫയൽ പ്ലേ ചെയ്തിട്ടാണെങ്കിൽ ഈ റിസൾട്ട് വരുന്നത് വെച്ചാൽ അവിടെ എന്തോ ഒരു ഫോൾട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരുപാട് തരം സൗണ്ട് ഫ്രീക്വൻസികൾ ഫയലുകൾ ചെക്ക് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് കൺഫേം ആണ്, യാതൊരു ലോസും ഒരു തരത്തിലും സംഭവിക്കില്ല ഓപ്പാമ്പ് ഇടുമ്പോൾ. അപ്പോൾ അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അടുത്ത നമ്മുടെ യാസിർ അലി എന്ന ആളുടെയാണ്. പ്രോലോജിക് 1 ആണോ 2 ആണോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇതുപോലുള്ള റെഡിമെയ്ഡ് 5.1 ക്യാബിൻ കിട്ടുമോ? അതായത് നമ്മൾ ഈ രവി പ്രീബോർഡ് അതായത് പ്രോലോജിക് ബോർഡ് വെച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു 5.1 ആംപ്ലിഫയർ അസംബ്ലിംഗ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ USB പാനൽ കൊടുത്തിട്ട് അത് 5.1ലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 5 ചാനലും ഒരു സബ് ഔട്ടിലേക്കും കൺവേർട്ട് ചെയ്തെടുക്കുന്ന ആ ബോർഡ് പ്രോലോജിക് 1 ആണോ 2 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അത് പ്രോലോജിക് ബോർഡ് ആണ് എന്നുള്ളത് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രോലോജിക് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഡോൾബി പ്രോലോജിക് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ആകുമ്പോഴാണ്. അപ്പോൾ ഇതിൽ ശരിക്ക് ഞാൻ അനുഭവപ്പെട്ടത് അത് 6 ഓപ്പാമ്പ് വെച്ചിട്ട് ഈ സിഗ്നലിനെ 2 ചാനലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നല്ല ക്ലാരിറ്റിയിൽ സ്പ്ലിറ്റ് ആവും ഓപ്പാമ്പ് വെച്ചിട്ട്. അപ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്ത് നല്ല ലോസ് ഇല്ലാതെ അതാത് ലെവലിലുള്ള ഔട്ട്പുട്ട് വരികയാണ്. നമ്മൾ അതിൽ സറൗണ്ട് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൽ കാണിക്കുന്നതും നമുക്ക് ഫ്രണ്ട് ലെവലിന് കാണിക്കുന്നതും സബിന് കാണിക്കുന്നതും സെൻറ്ററിന് കാണിക്കുന്നതൊക്കെ ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് പിന്നുകളാണ്. അതായത് 2 ചാനൽ സ്പ്ലിറ്റ് ചെയ്യാൻ ഇപ്പോൾ 6 അല്ല 60 ചാനലിലേക്കും സ്പ്ലിറ്റ് ചെയ്യാം ഈ തരത്തിലുള്ള സർക്യൂട്ട് വെച്ചിട്ട്. പക്ഷേ ഇത് പ്രോലോജിക് 1 ആണോ 2 ആണോ എന്ന് വെച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല. കാരണം അത് രണ്ടും അല്ലത്. പ്രോലോജിക് സർക്യൂട്ട് പോലെ നമുക്ക് 6 ചാനൽ സ്പ്ലിറ്റായി കിട്ടും എന്നുള്ളതാണ് ഇതിനോണ്ടുള്ള ഉപകാരം. അടുത്ത കമൻറ്റ് ഒരു പേരൊന്നുമില്ല, ഒരു വര മാത്രമേ ഉള്ളൂ. അതായത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ ലേറ്റൻസി ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുക? കണക്ട് ചെയ്യുന്ന ബ്ലൂടൂത്ത് ഏത് വെർഷനാണ് നോക്കുക. അതായത് ലേറ്റൻസി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ സൗണ്ടും ശ്രദ്ധിച്ച് നോക്കുക. ഇനി അങ്ങോട്ട് വീഡിയോയിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന സൗണ്ടും തമ്മിലുള്ള ഒരു ഡിലേ, അതായത് ശരിക്കും പറഞ്ഞാൽ ഡിലേ എന്നുള്ളത് തന്നെയാണ് ലേറ്റൻസി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വീഡിയോ ആണ് പ്ലേ ആക്കുന്നത് ബ്ലൂടൂത്തിലൂടെ എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ ഹലോ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് മില്ലി സെക്കൻഡിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം ചില വെർഷൻ ബ്ലൂടൂത്തുകൾക്ക് പഴയ മോഡൽ ബ്ലൂടൂത്തുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നിലവിൽ വരുന്ന ഈ G-Starലൊന്നും അങ്ങനത്തെ യാതൊരു വിധ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ലേറ്റസ്റ്റ് ടൈപ്പ് നല്ല ടൈപ്പ് ഏതെങ്കിലും ബ്ലൂടൂത്ത് പാനൽസ് ഉപയോഗിക്കുക. 160, 120, 300, 200 അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പഴയ വെർഷനിലുള്ള ഒരു തരം ഇയർബഡാണ് ഇതിന് പോലും ലേറ്റൻസി ഉണ്ട്. അതായത് ഞാൻ ഉപയോഗിക്കുമ്പോൾ മ്യൂസിക് ഇപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എവിടെയും വെച്ച് ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് പോലെ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഓക്കെ, അത് എങ്ങനെയായാലും നമുക്ക് കേട്ടാൽ മതി, കാണാനൊന്നുമില്ലല്ലോ. പക്ഷെ ഒരു വീഡിയോ കാണുകയാണ്, പാട്ടാണ്, സിനിമയാണെങ്കിൽ കുറച്ചൊരു ഡിലേ ഉണ്ട്. ആ ഡിലേ വരുന്നത് ഒന്നും ചെയ്യാൻ ഇതിൽ പറ്റില്ല. കാരണം അത് ആ വെർഷൻ തമ്മിൽ അങ്ങനെയാണ് ആ ലേറ്റൻസിയോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇല്ലാത്ത ഡിവൈസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലിയറായിട്ട് അധികം വ്യത്യാസം നമുക്ക് ഇല്ലാത്ത, അതായത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത തരത്തിലുള്ള വ്യത്യാസമാണ് ആ ലേറ്റസ്റ്റ് വെർഷൻസിലുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് അതിനുള്ള ഒരേ ഒരു പരിഹാരം. അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത കമൻറ്റ് SRK എന്ന ആളുടെയാണ്, എന്ന ചാനലിൻ്റെയാണ്. ഇൻ ഹിന്ദി പ്ലീസ്. അപ്പോൾ ഹിന്ദിയിൽ വീഡിയോ ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് മലയാളം പോലും മര്യാദയ്ക്ക് പറയാനല്ല കേട്ടോ, മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാൻ അവിടെ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഹിന്ദിയിലും കൂടെ വീഡിയോ ചെയ്യുക എങ്ങനെയാണെന്നുള്ള ആലോചിക്കുകയാണ് ഇപ്പോൾ ഞാൻ. ഹിന്ദിയിലൂടെ ചെയ്താൽ ഇപ്പോൾ കാണാൻ വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം ഇത് ആദ്യമായിട്ടല്ല ഈ കമൻറ്റ് വരുന്നത്. അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ഹിന്ദിയിൽ ചെയ്യോ, ഹിന്ദിയിൽ വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട്. ഒരു പ്രതീക്ഷയ്ക്ക്, അതായത് നമുക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവിടെ ഹിന്ദി പറയാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ സമയമാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ആ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കാം, ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിലെ എല്ലാ കമൻറ്റ്സും വായിച്ചു കഴിഞ്ഞു. അപ്പം കുറേ ഡിലേ വന്നെങ്കിലും നമ്മളിപ്പം തുടങ്ങണ്ടായി. അതായത് ഈ മാസം മുതൽ വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഒരുപാട് ഡിലേ വന്നു. ഞാൻ ഷോർട്സ് മാത്രം ഇട്ടിട്ടാണ് നിലനിന്നത് ചാനലിൽ. ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനലിപ്പം താഴോട്ട് പോയനെ. അപ്പോൾ എല്ലാം ഇനി വീണ്ടും ആദ്യം മുതൽ കൊണ്ടുവരുന്ന രൂപത്തിൽ ചെയ്തു വരണം. നല്ല വീഡിയോസ് ചെയ്ത് വരാനുള്ള മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.